നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ഇതിനിടയ്ക്ക് നീ എവിടെ പോയി? എന്റെ മോനെ, അമ്മ പറഞ്ഞതല്ലേ എവിടെയും പോകരുതെന്ന്. സന്തോഷമായോ? അല്ല, ഇന്നലെയും കണ്ടു, ഇന്നും കാണുന്നു. ആരാ? ഞാനോ? ആ, ദേവിയുടെ നടയിൽ കഴിയുന്നതിൽ സായുജ്യം അനുഭവിക്കുന്ന ഭക്തരിൽ ഒരാൾ. എല്ലാരും വിദ്യാമാന്ന് വിളിക്കും. കുഞ്ഞിനെ കാണാതായപ്പോ ആ സ്ത്രീ കാണിച്ച വെപ്രാളവും കുഞ്ഞിനെ കിട്ടിയപ്പോ അവരുടെ സന്തോഷവും ഒന്ന് കാണേണ്ടതായിരുന്നു. അതെ, മക്കളെക്കുറിച്ച് വേവലാതിപ്പെടുന്നവരാ എല്ലാ അമ്മമാരും. അതിനി കൈക്കുഞ്ഞായാലും യുവാവായാലും മധ്യവയസ്കനായാലും. ദാ നോക്ക്, മക്കളെക്കുറിച്ചുള്ള വേവലാതി അമ്മമാർക്ക് മാറില്ല. മക്കൾ എത്ര വളർന്നാലും അമ്മമാർക്ക് അവർ കുഞ്ഞാ. മക്കളെക്കുറിച്ചറിയാത്ത ഓരോ നിമിഷവും അമ്മമാര് തീ തിന്നാവും കഴിയ. അമ്മമാരെ ഇങ്ങനെ തീ തീറ്റിക്കുന്നത് ഒരു മക്കൾക്ക് നല്ലതല്ല. ഇന്നത്തെയും കുട്ടി 6 ദിവസമായി അവൻ പോയിട്ട്. ഇതുവരെ അവൻ വിളിച്ചിട്ട് പോലുമില്ല. എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല തമ്പിയേട്ടാ. അവൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. പഠിപ്പും വിവരവും എല്ലാം ഉണ്ട്. കുറെയൊക്കെ ചുറ്റിക്കറങ്ങിട്ടെങ്കിൽ തിരിച്ചു വരുമെന്നേ. അവൻ പെറ്റ് വീണ കാലം മുതല് തമ്പിയേട്ടൻ എന്റെ ഒപ്പം ഉള്ളതല്ലേ. അവൻ അച്ഛന്ന് വിളിച്ചത് നിങ്ങളെയാ. അവൻ ഇങ്ങനെ ഒറ്റയ്ക്ക് അകലെയൊന്നും പോയിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിവുള്ളതല്ലേ. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അതും നമ്മൾ ചിന്തിക്കണം. മനസ്സ് തകർന്ന എന്റെ കുട്ടി ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞത് അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയുന്ന എന്റെ പേടി. സ്ത്രീകളെ കാര്യങ്ങൾ അതിന്റെ മെറിറ്റിൽ മനസ്സിലാക്കാൻ അവന് കഴിയും. കുറച്ചൊക്കെ സഞ്ചരിച്ച് മനസ്സ് ശാന്തമാവുമ്പോ അവൻ വരും. പിന്നെ നമ്മളായിട്ട് അവനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ. ആരാ? ഏതോ ഒരു അനോണിമസ് നമ്പർ. സംഭാവനക്കാരാരെങ്കിലും ആയിരിക്കും. എല്ലാവരോടും ഓഫീസിൽ വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചിലർക്ക് എന്നെ വിളിച്ചാലേ തൃപ്തിയാവുള്ളൂ. ദേ, വീണ്ടും ആ നമ്പർ. കോൾ എടുത്തു നോക്ക്. ഇനി അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിലോ? ഹലോ, ആരാ? അമ്മേ, ഞാനാണ് സന്ദീപ്. അയ്യോ, സന്ദീപാ? ആ, ഡാ, വേറെ ആരോ ആണെന്ന് വിചാരിച്ച അമ്മ ഫോൺ എടുക്കാതിരുന്നത്. മോനിത് എവിടെയാ? എടാ മോനെ, ഇത് ആരുടെ നമ്പറാ? ഞാനിപ്പോ കൊല്ലൂരാ അമ്മേ. അവൻ കൊല്ലൂരുണ്ടെന്ന്. മൂകാംബിക ദേവിയുടെ സന്നിധിയില്. ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് വിളിച്ചത്. ഇപ്പൊ സമാധാനായി മോനെ. എത്ര ദിവസമായി അമ്മ തീ തിന്ന് കഴിയുന്നു. എങ്ങോട്ട് പോവുകയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നോ? അവിടെ നിന്ന് ഇറങ്ങുമ്പോ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. ഏതൊക്കെയോ ശക്തികൾ എന്നെ നയിച്ച് ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. 2 ദിവസമായി ദേവി എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുക. എന്റെ ദേവി,